എന്താണ് ആലോചിക്കുന്നത്? നെക്സ്റ്റ് കഴിഞ്ഞ് ഇനി എന്റെ അടുത്തൊന്നും ആലോചിക്കരുത്. നിന്റെ തൊട്ടടുത്തുള്ള ക്യാമ്പസിൽ കയറാലോ, നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ പഠിക്കാം. ചേട്ടാ ഏത് ക്യാമ്പസ്? ഇവിടെ നമ്മുടെ ശ്രീനാരായണ ഗുരു കോളേജ്. അതെവിടെ? നമ്മളെ കണിച്ചുളങ്കര ജംഗ്ഷന് തെക്കുവശം നമ്മുടെ SN കോളേജ് ഇല്ലേ, അതിന്റെ സെയിം ക്യാമ്പസിൽ തന്നെ കോളേജാണ്. ബികോം ടാക്സേഷൻ ഉണ്ട്, ബികോം ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, ബാച്ചുലർ സോഷ്യൽ വർക്ക് ഉണ്ട്, 4 വർഷത്തെ ഡിഗ്രി ഉണ്ട്, 3 വർഷത്തെ ഡിഗ്രി ഉണ്ട്. 4 വർഷത്തെ ഡിഗ്രി അതെന്താണ്? 4 വർഷത്തെ ഡിഗ്രി എന്താണെന്ന് അറിയാം, നമുക്ക് നേരെ കോളേജിലേക്ക് പോയാൽ സാറ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞുതരും. സാർ ഇത് അഡ്മിഷൻ എത്തിക്കാൻ വേണ്ടി വന്നായിരുന്നു, അപ്പൊ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി നമുക്ക് 4 വർഷം ഡിഗ്രി കിട്ടും, എല്ലാം അറിഞ്ഞു കാണും. ഡിഗ്രി കോഴ്സാണ് 133 ക്രെഡിറ്റ് കിട്ടിയാൽ എത്ര കൊല്ലത്തിനിടയ്ക്ക് ഇത് കിട്ടുന്നു, അപ്പം ഡിഗ്രി കിട്ടും. ഈ 4 കൊല്ലവും 3 കൊല്ലവും എന്ന് പറഞ്ഞാലും സെയിം ഡിഗ്രി തന്നെയാണ്. എങ്കിലും 3 കൊല്ലം കഴിയുമ്പോൾ കംപ്ലീറ്റ് 130 ക്രെഡിറ്റ് ആയാൽ ഡിഗ്രി കൊണ്ട് പുറത്തിറങ്ങാം. 4 കൊല്ലം പഠിക്കുകയാണെങ്കിൽ അവന് 1 കൊല്ലം കൊണ്ട് PG എടുക്കാം. വളരെ കുറഞ്ഞ ചിലവിൽ നമ്മൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന SN ട്രസ്റ്റിന്റെ പോളിസി വെച്ച് നടത്തുന്ന കോളേജാണ്. ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് ലാബുണ്ട്, പിന്നെ ഗ്രൗണ്ട് ഉണ്ട്, അതുപോലെ ഓഡിറ്റോറിയം ഉണ്ട്, പിന്നെ സെമിനാർ ഹാളുണ്ട്, ലൈബ്രറി ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും കോളേജിലുണ്ട്. എല്ലാ കാര്യങ്ങളും മറ്റു കോളേജിനെ പോലെ തന്നെയാണ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇത് സെൽഫ് ഫിനാൻസിങ് ആയതുകൊണ്ട് ഫീസ് കൊടുക്കണം. പക്ഷെ അതുപോലും തവണകളായിട്ട് അടയ്ക്കാൻ പറ്റും. +2 മാർക്ക് ലിസ്റ്റ്, SLCയുടെ മാർക്ക് ലിസ്റ്റ്, TC, കോട്ട സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യം മാത്രം മതി. അത് ഓഫീസിൽ കൊടുത്താൽ മതി. കാശ് ഇപ്പോൾ ഇല്ലെങ്കിലും പിന്നെ കൊണ്ടുവന്ന് അടച്ചാലും അഡ്മിഷൻ ഇന്ന് തന്നെ ഞങ്ങൾ എടുക്കുകയും ചെയ്യും. ഞങ്ങൾ എന്തായാലും അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ലിമിറ്റഡ് സീറ്റ്സ് ഓൺലി. ഓക്കെ.